Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിൽ വരുന്ന ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് എന്ന പേപ്പറിൽ ചോദിക്കാവുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അതിൽ നിന്നുമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഇത് മാത്രമേ എക്സാമിനേഷന് ചോദിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ചോദിക്കുള്ളൂ, ഇത് മാത്രമേ വരുള്ളൂ എന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല. പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. നമുക്കറിയാം 4 മൊഡ്യൂൾസ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. അവർ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ്. ആദ്യത്തെ മൊഡ്യൂള് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്: വാട്ട് ഈസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, നോട്ട്സ് ഓൺ HDI, PQLI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ എംപവർമെന്റ് മെഷേഴ്സ്, economic growth and development, 3 core values of development, indicators of economic growth and development. ഇതിൽ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ എത്ര മാർക്കിനാണോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ള ഒരു കാര്യമാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ 2 മാർക്സിനൊക്കെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, വാട്ട് ഈസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മാർക്കിനൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് എ നോട്ട് ഓൺ HDI, PQLI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ എംപവർമെന്റ് മെഷർ. അതെല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ദെൻ അതുപോലെ എല്ലാ പ്രാവശ്യവും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിന്റെ പേര് തന്നെ വരുന്നത് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചതും ഇനി വരുന്ന എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ ലൈക്ക്വൈസ് 3 core values of development, and finally indicators of economic growth and development. ലാസ്റ്റ് ദിവസം 12 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുക, ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുക. ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതും ഗ്രോത്ത് എന്താണെന്നുള്ളതും എഴുതാൻ റെഡി ആയിരിക്കുക. ദെൻ ഒരു 5 മാർക്കിന് ഇക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിരിക്കുക. ദെൻ അതുപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ വരുന്ന 3 core values എന്താണെന്നുള്ളത് പഠിച്ചിരിക്കുക. ദെൻ ഫൈനലി ഒരു എസ്സേക്ക് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ദെൻ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പഠിച്ചു പോകുന്നത് ചെറിയ ചെറിയ സബ് ടോപ്പിക്സ് ആണ്: HDI, PQLI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ എംപവർമെന്റ് മെഷർ ആൻഡ് സോ ഓൺ. അപ്പോൾ അതൊക്കെ ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ റെഡിയായി ഇരിക്കും. Then our second module is theories on development. നമ്മുടെ ഈ ഒരു 4 മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് തിയറീസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇക്കണോമിക് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡീൽ ചെയ്തത്. ദെൻ നമുക്ക് അതിൽ ചോദിച്ചു കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, ഡ്യുവലിസ്റ്റിക് ഇക്കോണമി, ഇതൊക്കെ 2 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റോസ്റ്റോസ് സ്റ്റേജ് തിയറി. പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്, ഈ പ്രാവശ്യം ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ് റോസ്റ്റോസ് സ്റ്റേജ് തിയറി.
അതുപോലെ 5 മാർക്കിന് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ബിഗ് പുഷ് തിയറി. ദെൻ എസ് ആണ് എസ് ആയിട്ട് വരാവുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എസ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കാം. തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത്, low level equilibrium trap, critical minimum effort thesis, and finally Lewis model of unlimited supply of labor. അപ്പോൾ ഈ 4 തിയറീസും മെയിൻ എസ് ആയി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഫോക്കസ് ചെയ്ത് ഈ 4 കാര്യങ്ങളും 4 ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കും. എന്തായാലും തിയറീസ് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് മൊഡ്യൂളിന് എന്തായാലും എസ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അതുപോലെ ഷോർട്ട് എസ് ആയിട്ടും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോസ്റ്റോസ് കേജ് തിയറി നിങ്ങൾ പഠിച്ചിരിക്കാം. ദെൻ അവർ തേർഡ് മൊഡ്യൂൾ ഇസ് ഇക്കണോമിക് പ്ലാനിങ്. പലപ്പോഴും ഇന്ത്യൻ ഇക്കോണമിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതാണ് ഇക്കണോമിക് പ്ലാനിങ്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ കണ്ട പ്രധാനപ്പെട്ട 2 മാർക്സിന് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഒരു 2 മാർക്കിന് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്താണെന്നുള്ളത് എഴുതാൻ റെഡി ആയിരിക്കുക. ദെൻ അതുപോലെ തന്നെ 2 മാർക്സിന് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് റോളിംഗ് പ്ലാൻ, ബോംബെ പ്ലാൻ, അതുപോലെ പീപ്പിൾസ് പ്ലാൻ. അതും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കാം. ദെൻ എസ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ്സ്, അച്ചീവ്മെന്റ്സ്, ഫെയിലേഴ്സ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഇന്ത്യസ് 5-year plans. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What is the achievements and failures of India's 5-year plans എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു, നിങ്ങൾക്കൊരു അസൈൻമെന്റ് അടക്കം തന്നതായിരുന്നു. അതുപോലെ നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിലും പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം എക്സാമിനേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും എസ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 5-year പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയായിരുന്നു അച്ചീവ്മെന്റ്സ്, എങ്ങനെയായിരുന്നു 5-year പ്ലാൻസിന്റെ പെർഫോമൻസ് വരുന്നത്, ദെൻ ഫൈനലി ഫെയിലിയേഴ്സ് ഓഫ് 5-year പ്ലാൻസ്. ദെൻ നെക്സ്റ്റ് 4th മൊഡ്യൂൾ നമുക്ക് വരുന്നത് ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് ആണ്. ലാസ്റ്റ് മൊഡ്യൂൾ ആണ്. അതിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇനീക്വാലിറ്റി, ദെൻ ജിനി കോഎഫിഷ്യന്റ്, ഗ്ലോബൽ വാർമിംഗ്, ഇറ്റ്സ് കോസസ്, മിസ്സിംഗ് വിമൻ, കുസ്നെറ്റ്സ് റേഷ്യോ. ഇത്രയാണ് പ്രധാനമായിട്ടും 2 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ ഇക്കണോമിക് ഇനീക്വാലിറ്റി എന്നുള്ളതും ഗ്ലോബൽ വാർമിംഗ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിംഗ് വിമൻ, കുസ്നെറ്റ്സ് റേഷ്യോ, ലിമിറ്റ്സ് ടു ഗ്രോത്ത്, ജിനി കോഎഫിഷ്യന്റ് അതും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ്സ് ടു മെഷർ ഇനീക്വാലിറ്റി. പലപ്പോഴും പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ടു മെഷർ ഇനീക്വാലിറ്റി. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ലോറൻസ് കർവ് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ദെൻ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി 5 മാർക്കിന് ചോദിക്കാം. ദെൻ ഈ ഒരു മൊഡ്യൂളിന് പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഈ പ്രാവശ്യം ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള എസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇറ്റ്സ് പില്ലേഴ്സ്, ഗോൾസ് ആൻഡ് ഇമ്പോർട്ടൻസ്. 12 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണിത്. ജസ്റ്റ് 4 മൊഡ്യൂൾസ് മാത്രമാണ് നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എന്തായാലും വരും, എക്സാമിനേഷൻ വരും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. അറ്റ് ദ സെയിം ടൈം സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഏത് ക്വസ്റ്റ്യൻ ആയാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.